കഥകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും നാച്ചുറൽ ബഡീസിന്റെ സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് വാനമ്പാടിയുടെ ആത്മത്യാഗം. ഒരിടത്ത് മനോഹരമായ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. നിറയെ പൂക്കളും പല വൃക്ഷങ്ങളുമുള്ള ഒരു പൂന്തോട്ടം. ആ പൂന്തോട്ടത്തെ ആശ്രയിച്ച് അവിടെ ഒരുപാട് പക്ഷികളും മൃഗങ്ങളും എല്ലാം ജീവിച്ചിരുന്നു. അവരെല്ലാവരും വളരെ ഒത്തൊരുമയോടെ ജീവിച്ചു. വൈകുന്നേരമാകുമ്പോൾ എല്ലാവരും മരച്ചില്ലകളിലിരുന്ന് പാട്ട് പാടലും കഥ പറച്ചിലും പതിവാണ്. കൂട്ടത്തിൽ അതിമനോഹരമായി പാടുന്ന ഒരു വാനമ്പാടിയും ഉണ്ടായിരുന്നു. അവളുടെ പാട്ട് എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു. ഒരു ദിവസം അവളുടെ പാട്ടിന്റെ മാധുര്യം കേട്ട് വനദേവത അവൾക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. ദേവത പറഞ്ഞു, നിനക്ക് ഞാൻ 3 വരം തരാം. ഇതുപയോഗിച്ച് നിനക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞ് വനദേവത അവിടെ നിന്നും അപ്രത്യക്ഷമായി. പക്ഷേ അവൾക്ക് നല്ല വീട്, നല്ല ഭക്ഷണം, നല്ല കൂട്ടുകാർ എന്നിവയെല്ലാം ഉണ്ടായിരുന്നു. അവളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വരം ഉപയോഗിക്കാമെന്ന് അവൾ തീരുമാനിച്ചു. അങ്ങനെയിരിക്കെ അവരുടെ സന്തോഷങ്ങൾക്കിടയിലേക്ക് ഒരു പരുന്ത് കടന്നു വന്നു. അവൻ ആരോടും കൂട്ടുകൂടിയില്ല, മറിച്ച് എല്ലാവരെയും ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ദിവസവും അവൻ ഓരോ മൃഗങ്ങളെ ഭക്ഷണമാക്കാൻ തുടങ്ങി. അവൻ ഒരു ദിവസം ഒരു മാടപ്രാവിനെ പിടിച്ചു. അവളുടെ കരച്ചിൽ വാനമ്പാടി കേട്ടു. വാനമ്പാടി പറഞ്ഞു, പരുന്തിന്റെ കയ്യിൽ നിന്നും പ്രാവ് രക്ഷപ്പെടുത്തി. അപ്പോൾ പ്രാവിന്റെ ശരീരം വലുതാവാൻ തുടങ്ങി. ശരീരഭാരം താങ്ങാനാവാതെ പരുന്ത് പ്രാവിനെ വെറുതെ വിട്ടു. പിറ്റേ ദിവസം അവനൊരു തത്തക്കുഞ്ഞിനെ പിടിച്ചു. അതിനെയും വാനമ്പാടി തന്റെ വരം ഉപയോഗിച്ച് രക്ഷപ്പെടുത്തി. ഇനി ഒരു വരം മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് എല്ലാവരെയും എങ്ങനെ രക്ഷിക്കുമെന്ന് അവൾ ചിന്തിച്ചു. അപ്പോൾ പരുന്ത് വീണ്ടും വന്നു. തന്റെ ഇരകളെ തന്നിൽ നിന്നും രക്ഷപ്പെടുത്തിയ വാനമ്പാടി തന്നെ ഇനി തന്റെ ഭക്ഷണമെന്ന് പറഞ്ഞ് അവൻ വാനമ്പാടിയെ റാഞ്ചിയെടുത്തു. പരുന്തിന്റെ കൂർത്ത നഖങ്ങൾ അവളുടെ ശരീരത്തിൽ തുളഞ്ഞു കയറി. അവൾക്കൊരു ബുദ്ധി തോന്നി. അവൾ പറഞ്ഞു, തന്റെ ഇറച്ചി വിഷമുള്ളതാവട്ടെ. ഇതൊന്നും അറിയാതെ പരുന്ത് അവളെ ആർത്തിയോടെ വലിച്ചു തിന്നു. വിഷമുള്ള ഇറച്ചി കഴിച്ച് പരുന്ത് പിടഞ്ഞു വീണു മരിച്ചു. സ്വന്തം ജീവൻ കൊടുത്ത് മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ച വാനമ്പാടി നമുക്കൊരു മാതൃകയാണ്. കൂട്ടുകാരെ, നമ്മൾ നമ്മുടെ കഴിവിന്റെ പരമാവധി മറ്റുള്ളവരെ സഹായിക്കാനും രക്ഷപ്പെടുത്താനും ഉപയോഗിക്കണം. അപ്പൊ എന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴേ